ഞാൻ വടിവുകളെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. മുൻപ് ആസന വടിവ് എന്നൊരു വടിവെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് ഈ ആസന വടിവ് പരിശീലിച്ചിരുന്ന മഹാത്മാവ് ആരാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീ മാർത്താണ്ഡവർമ്മയാണ് ആസന വടിവ്. പക്ഷേ വടിവുകൾ 8 വടിവുകൾ മാത്രമാണ് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഗുരുക്കന്മാർ പറയുന്നത്. ഗജവടിവ്, സിംഹവടിവ്, അശ്വവടിവ്, നാഗവടിവ്, ഗരുഡവടിവ്, മാർജാരവടിവ്, കുക്കടവടിവ്, കുഷ്യവടിവ്, ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷേ വടിവ് ഇതല്ല, വേറെയുമാണ്. എന്നെ പരിശീലിപ്പിച്ച് തന്ന ഒരു ഗുരുവിന് ഈ ആസനവടിവ് അറിയാം, നിദ്രവടിവ് അറിയാം. നിദ്രവടിവ് എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല, ആശാൻ എപ്പോഴും മരിച്ചു. പിന്നെ വേറെയും വടിവുണ്ട്. വേറെ വടിവെന്ന് പറഞ്ഞാൽ പാച്ചിൽ വടിവെന്ന് പറയും, നരിപ്പാച്ചി എന്നും പറയും, മുറക്കൻ പാച്ചിൽ എന്നും പറയും. ഒരാളിനെ അണ്ടമ്പൊക്കെ തള്ളിയിടുന്ന വിദ്യ അതിനകത്തുണ്ട്. അതിനെ വടിവുകളിൽ ഉൾപ്പെടുന്നതാണ്. അങ്ങനെ 10-12 വടിവുണ്ടെന്ന് പറയുന്നു. ഇത് എനിക്കറിയാമെന്നുള്ള ഞാൻ പരിശീലിച്ചിട്ടുള്ള വിദ്യ നശിച്ചു പോകാതെ ഈ വീഡിയോയിൽ കാണിക്കുക. ഇത് രാജകുടുംബത്തിൽ രാജാക്കന്മാരുടെ കുടുംബസ്വത്തായി വെച്ചിരുന്നു. അതായത് ക്ഷത്രിയ സാന്തോർ നാടാർ സമുദായത്തിൻ്റെ വകയെന്ന് പറഞ്ഞ് ഇവർ വെച്ചിരുന്നതാണ്. ഇത് ഒരു ജാതിക്കാരൻ്റെയും വകയല്ല, ഭാരതത്തിൽ മുഴുവൻ ആൾക്കാരുടെയാണ്. ഇങ്ങനൊരു വടിവുണ്ടായിരുന്നു എന്ന് നമ്മളതിനെ കാണിക്കുകയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കുറച്ച് കാലത്തിന് മുമ്പ് തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിൽ ചേമ്പറിൽ കയറി ജഡിയെ വെട്ടിക്കൊന്നിട്ടുണ്ട്. അങ്ങേര് ഈ വിദ്യ അഭ്യസിച്ചിരുന്നെങ്കിൽ അങ്ങേരി ഒന്നും ചെയ്യില്ലായിരുന്നു. ഇത് ആരെയും വകയല്ല, എല്ലാ ജനങ്ങൾക്കും ഇത് പഠിക്കാം. ഇത് രാജകുടുംബത്തിൻ്റെ വക എന്ന് പറഞ്ഞ് വെച്ചിരുന്ന വിദ്യയാണ്. ഇങ്ങനെ നമ്മൾ കാണിക്കുകയാണ്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.